നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഭാരത് ലൈവിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ഞാൻ. പേര് ശ്രീല പിള്ള. നിങ്ങൾക്കൊക്കെ എന്നെ അറിയുമായിരിക്കും, എന്നാലും ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ വാർത്തകളുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ കമൻറ്റുകളൊക്കെ നോക്കുകയും അതിനനുസരിച്ച് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കമൻറ്റുകളായി നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്ന സജഷൻസ് സൗണ്ട് കുറവാണ് എന്നുള്ളതാണ്. സൗണ്ട് ശരിയാക്കാനുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റു ചില വിമർശനങ്ങൾ കൂടി ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ ഇരിപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കാലിന്മേൽ കാല് വെച്ചിരുന്ന് സംസാരിക്കുന്നു, അടുത്തിരിക്കുന്നവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൂടെ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഞങ്ങളെല്ലാം എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരെല്ലാം ഞങ്ങളെല്ലാം വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന്, അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വന്ന് ഞങ്ങളൊരു കൂട്ടായ്മ പോലെ തുടങ്ങിയതാണ്. മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ ജേർണലിസ്റ്റ് ആയവരും ഞങ്ങളുടെ ഒരേ കാലഘട്ടത്തിലുള്ളവരുമാണ്. ഞാനും എന്നോടൊപ്പമുള്ള രാജേഷ് ആണെങ്കിലും സൂര്യ TV-യിൽ നിന്നും അതുപോലെ തന്നെ മംഗളത്തിൽ നിന്നുമൊക്കെ മാധ്യമപ്രവർത്തനം പഠിച്ച് അവിടെ നിന്നും മാധ്യമപ്രവർത്തനം ആകാനായി പ്രവർത്തിച്ച ശേഷമാണ് ഞങ്ങളോടൊപ്പം ചേരുന്നത്. ഞാനും ആദ്യം ജന്മഭൂമി പത്രത്തിലും അതിനുശേഷം റിപ്പോർട്ടറിലും ന്യൂസ് 18-ലും ഒക്കെ ജോലി ചെയ്ത ശേഷമാണ് ഭാരത് ലൈവിലേക്ക് എത്തിച്ചേർന്നത്. പ്രശാന്ത് ആര്യൻ, ഞങ്ങളോടൊപ്പമുള്ള പ്രശാന്ത് ആര്യയും അങ്ങനെ തന്നെയാണ്. പ്രശാന്ത് ആര്യൻ ജന്മഭൂമിയിൽ നിന്നും വന്ന് അതിനുശേഷം വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്ത് രാഷ്ട്രീയ വിശകലനമൊക്കെ നന്നായി നടത്തുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു കൂട്ടായ്മ എന്ന രീതിയിലാണ് ഈ സ്ഥാപനം കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഞങ്ങൾ കലർപ്പില്ലാത്ത വാർത്ത പണം വാങ്ങിക്കാതെ ഞങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. വാർത്തയുടെ വിശ്വാസ്യതയും ഞങ്ങളുടെ വിശ്വാസ്യതയും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, ഞങ്ങൾ കാലിൽ കാല് വെച്ചിരിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുണ്ടോ എന്നൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല ചർച്ചകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇരിക്കുമ്പോഴുള്ള നമ്മുടെ കംഫർട്ടാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതൊരു വ്യക്തിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാലിന്മേൽ കാല് വെച്ചിരുന്നു എന്നുകൊണ്ട് അതൊരു അഹങ്കാരമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാം സുഹൃത്തുക്കളാണ്. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ വർത്തമാനം പറയുമ്പോൾ നമ്മളുടെ കംഫർട്ടും നമ്മുടെ സൗകര്യം അനുസരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കാലിന്മേൽ കാല് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ അറ്റയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അല്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ഘടകം. ഞങ്ങളാരും തന്നെ ഈ സ്ഥാപനത്തിൽ ഞങ്ങളാരും തമ്മിൽ പരസ്പരം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വഴക്കുകളോ ഈഗോ ക്ലാഷസോ ഒന്നുമില്ലാതെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് തരാനുള്ളത് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് വിശ്വാസ്യതയുള്ള വാർത്തയാണ്. ആ വാർത്ത ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ നോക്കി എന്ന് പറഞ്ഞിട്ടൊരു പരാമർശം കണ്ടു. ഫോൺ നോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 3 ജേർണലിസ്റ്റുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പത്രസമ്മേളനങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും വാർത്തയോ മെസ്സേജുകളോ ഗസ്റ്റുകളോ വരാനുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ട്രാവൽ ചെയ്യുന്നു വരുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കേണ്ടി വരും. ചിലപ്പോൾ അവരെ വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുന്നത്. മറ്റു വലിയ മാധ്യമ സ്ഥാപനങ്ങളെപ്പോലൊരു സ്ഥാപനമല്ല ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ പരിമിതികൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കോടികൾ മുടക്കി തുടങ്ങിയ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ അങ്ങനെ കോടികളുടെ ആസ്തിയുള്ള സ്ഥാപനമൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സ്റ്റാഫുകളെ വെച്ച് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഞങ്ങളുള്ളവരൊക്കെ തന്നെയാണ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നത് കേട്ടു, അതിനകത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഞാൻ താല്പര്യമില്ലാതെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ജീവിതത്തിലെയും താല്പര്യം രാഷ്ട്രീയവും വാർത്തയും ഒക്കെ തന്നെയാണ്. അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങളില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വാർത്തകൾ മറ്റൊരാൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ കൂടി എനിക്ക് മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യാൻ കഴിയും. കാരണം അതെനിക്ക് ശ്രദ്ധിക്കാൻ കൂടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നിങ്ങൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഞങ്ങൾ ആങ്കർമാർ സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ എന്നെയാണ് എല്ലാവരും ആക്രമിക്കുന്നത്. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം. സ്ത്രീ ഒരു പക്ഷേ അങ്ങനെ ഇടയ്ക്ക് കയറി വർത്തമാനം പറയുന്നതോ കാല് വെച്ചിരിക്കുന്നതോ ഒന്നും സാധാരണക്കാരായ ജനങ്ങൾക്കത്ര ഇഷ്ടം തോന്നില്ല. അതുകൊണ്ടുമായിരിക്കാം. പക്ഷേ ഞങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരസ്പരം ഓർമ്മയുള്ളത്, എല്ലാവരും മനുഷ്യരാണല്ലോ, അപ്പോൾ ചില മറവികളുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ ഓർമ്മയുള്ളത് പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങൾക്ക് ആർക്കും അതിൽ ഈഗോ തോന്നാറില്ല. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നാൽ പറയണം എന്നുള്ള ഞങ്ങളുടെ ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിലില്ല.
നിങ്ങൾക്ക് പരമാവധി വാർത്തകൾ തരിക, പരമാവധി സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, പരമാവധി ആ വിഷയത്തിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിരിക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു മാർഗം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വളരെ മോശമായി പറയുന്ന ചിലരുണ്ട്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം അതിനിടയിൽ ഒരുപാട് പരിമിതികളുണ്ട്, നിങ്ങൾ അതുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സെഫോളജിസ്റ്റ് വന്നു, അതായത് പ്രവചനം നടത്തുന്ന ആൾ, ഇലക്ഷനൊക്കെ പ്രവചിക്കുന്ന ആൾ. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ അതൊന്നും ഇഷ്ടമുണ്ടാവില്ല. റിസൾട്ട് വരട്ടെ, വന്ന ശേഷമാണല്ലോ നമ്മളത് ശരിയാണോ തെറ്റാണോ എന്ന് വിധിക്കുന്നത്. അതിന് പകരം ഇപ്പോഴേ അദ്ദേഹത്തെ വിധിക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച് മനസ്സിലാക്കി തിരിച്ചെടുക്കുക, ചോദിക്കുക, കൂടുതൽ സംസാരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നത് ആങ്കറിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ കാര്യമാണ്. അപ്പോൾ ആങ്കർ സംസാരിക്കുന്നതിനെ വെച്ചിട്ട് ഭാഷ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കൂടുതൽ ആ വ്യക്തിയെ സംസാരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അത്ര പോയിന്റഡ് ഔട്ടായി സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും അതിന് മറുപടി തരാൻ വേണ്ടിയാണ്, അല്ലാതെ ഭാഷ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ സംസാരിപ്പിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളുടെ ഇടയിൽ നിന്നാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും ആ പരിമിതികളെയാണ് ഞങ്ങൾ പോസിറ്റീവായി വാർത്തകളായി നിങ്ങളുടെ മുന്നിലേക്ക് പലപ്പോഴും എത്തിക്കുന്നതും. ആ പരിമിതികളെയൊക്കെ മറികടന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസ്യതയുള്ള മാധ്യമ സ്ഥാപനമായി കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 5 വർഷമായി ഇന്ന് വരെ ഏതെങ്കിലും വിവാദങ്ങളിലോ കേസുകളിലോ ഒന്നും പെടാതെ നല്ല ലാംഗ്വേജ്, നല്ല ഭാഷാശുദ്ധിയോടുകൂടി വാർത്തകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമോ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇനിയും തുടർന്നും നിങ്ങളോട് ആ വിശ്വാസ്യത ഞങ്ങൾ പുലർത്തും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചാനലൊന്നും അല്ല. ഞങ്ങളുടെ സൗന്ദര്യം ശ്രദ്ധിക്കാനോ ഞങ്ങളുടെ അറ്റയർ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ തലയാണ വെച്ചിരിക്കും, ഇതെൻ്റെ കംഫർട്ടാണ്. എനിക്കിങ്ങനെ തലയാണ വെച്ചിരിക്കുമ്പോൾ എനിക്ക് കൈ വെക്കാനൊരു കംഫർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ അതൊന്നും മാറ്റി പറിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതൊരു കംഫർട്ട് ലെവലാണ്. അത് ആർക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കംഫർട്ട്, അതായത് ഒരു ഡ്രസ്സ് ധരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കംഫർട്ട് വേണമെന്നും നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നവരാണ്. ആ ആൾക്കാരാണ് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ്. ഏതായാലും അത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കമൻറ്റുകളും ക്രിയാത്മകമായ വിമർശനങ്ങളും ഞങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾക്ക് നിങ്ങൾക്ക് തുടർന്നും പറയാവുന്നതാണ്. നിങ്ങളുടെ വിമർശനങ്ങളെ ഞങ്ങൾ കാണും. പിന്നെ ആരെങ്കിലും മോശമായി, ഏതെങ്കിലും തരത്തിൽ മോശമായി വൃത്തികെട്ട രീതിയിലോ, വളരെ കുറവാണ് ഞങ്ങൾക്ക് മെസ്സേജുകൾ. സ്വാഭാവികമായി എന്തുകൊണ്ടായാലും ഞങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ മോശമായ ഭാഷ ഉപയോഗിക്കാത്തത് കൊണ്ടോ പറയുന്നതിൽ കാര്യമുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഏതായാലും വളരെ കുറച്ച് പേർ മാത്രമേ ഞങ്ങളെ അത്തരത്തിൽ വിമർശിക്കാറുള്ളൂ. അത്തരത്തിൽ വിമർശിക്കുന്നവർക്ക് ഞങ്ങൾ മറുപടി പറയാറുമില്ല. ഏതായാലും നിങ്ങളുടെ ക്രിയാത്മകമായ വിമർശനങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾക്കിനിയും അത്തരത്തിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സത്യസന്ധമായ വാർത്ത അത് യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളുമില്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കും. അത് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്.